നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിൽ നിയമസഭയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. കോവിഡ് മൂലം മരണമടഞ്ഞവരുടെ ലിസ്റ്റ് അപൂർണമെന്ന ആരോപണം. അർഹരായ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി PC വിഷ്ണുനാഥ്. മേനി നടിക്കാൻ സംസ്ഥാനം മരണക്കണക്ക് പൂഴ്ത്തിയെന്ന് VD സതീശൻ. യഥാർത്ഥ കണക്ക് പുറത്തുവന്നാൽ കോവിഡിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇടിഞ്ഞു വീഴും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകണമെന്ന് പ്രതിപക്ഷം. അർഹമായ എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 30 ദിവസത്തിനകം പരാതി തീർപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി. സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെന്നും പട്ടിക പുറത്തുവിടുമെന്നും മന്ത്രി. പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിച്ച് മുൻ ആരോഗ്യമന്ത്രി. മരണം പൂഴ്ത്തിവെക്കുന്നു എന്ന ആരോപണം തെറ്റെന്ന് KK ശൈലജ. പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി അമിത തുക എന്ന ആരോപണത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി. ആശുപത്രികൾ അമിത ബിൽ തുക ഈടാക്കുന്നുവെന്ന പരാതികൾ അന്വേഷിക്കാൻ കമ്മിറ്റികൾ രൂപീകരിക്കണം. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ലഖിംപൂർ സംഘർഷത്തിൽ UP സർക്കാരിനെതിരെ സുപ്രീം കോടതി. കൊലപാതക കേസിൽ പ്രതികളെ പലതരത്തിലാണോ പരിഗണിക്കുന്നത് എന്ന് കോടതി. സർക്കാരും പോലീസും ഉത്തരവാദിത്തം കാണിക്കണമെന്നും കോടതി. ലഖിംപൂർ ഖേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്രമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. രാവിലെ 10 മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. കേന്ദ്രമന്ത്രിയുടെ വീടിന്റെ മുന്നിൽ പോലീസും നോട്ടീസ് പതിപ്പിച്ചിരുന്നു. ലഖിംപൂർ ഖേരിയിൽ സംഭവിച്ചത് ദൗർഭാഗ്യകരമാണെന്ന് UP മുഖ്യമന്ത്രി. സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കില്ല. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായും യോഗി ആദിത്യനാഥ് ന്യൂസ് 18നോട്. KIS റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചു. 1ാം സ്ട്രീമിൽ ആദ്യ 5 റാങ്കുകളിൽ 4 പെൺകുട്ടികൾക്ക്. S മാലിനിക്ക് 1ാം റാങ്ക്, നന്ദന S പിള്ളയ്ക്ക് 2ാം റാങ്ക്, 3ാം റാങ്ക് കരസ്ഥമാക്കി ഗോപിക ഉദയൻ. സ്ട്രീം 2-ൽ അഖില ചാക്കോയും സ്ട്രീം 3-ൽ അനിൽകുമാറും 1ാം റാങ്ക് നേടി. മെയിൻ ലിസ്റ്റിൽ 122 പേർ. 105 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നിയമനമെന്ന് PSC ചെയർമാൻ MK സക്കീർ. നവംബർ 1-ന് ആദ്യ ബാച്ച് സർവീസിലെത്തും. ഭാവിയിൽ IAS ലഭിക്കാനുള്ള ചവിട്ടുപടിയാകും KIS. നിയമനം മാറും. 1 വർഷമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി. നിയമനം ലഭിക്കുന്നവർക്ക് 18 മാസത്തെ പരിശീലനമുണ്ടാകും. KIS 1ാം റാങ്ക് ജേതാവ് മാലിനി S സിവിൽ സർവീസ് പരീക്ഷയിൽ നേടിയത് 135ാം റാങ്ക്. മാവേലിക്കര ചെട്ടികുളങ്ങര കൈത്തുവടക്ക് പ്രതിഭയിൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻകുമാറിന്റെയും റിട്ടയർഡ് അധ്യാപിക ശ്രീലതയുടെയും മകളാണ്. പ്രശസ്ത സാഹിത്യകാരൻ പരേതനായ പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ളയുടെ ചെറുമകളാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ എത്തണമെന്നാണ് ആഗ്രഹമെന്ന് മാലിനി. വ്യാജ സമ്മതപത്രത്തിന്റെ പേരിൽ PSC ജോലി നിഷേധിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി S ശ്രീജയ്ക്ക് ഒടുവിൽ നിയമനം. കോട്ടയം PSC ഓഫീസിൽ നിന്ന് നിയമന ഉത്തരവ് കൈമാറി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലാണ് നിയമനം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെതിരെ കൊഫൈപോസ ചുമത്തിയത് ഹൈക്കോടതി റദ്ദാക്കി. ഉത്തരവ് സ്വപ്നയുടെ അമ്മ നൽകിയ ഹർജിയിൽ. NIA കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ സ്വപ്നയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവില്ല. മോൺസൺ മാവുങ്കലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഉത്തരവ് പുരാവസ്തു തട്ടിപ്പ് കേസിൽ. എറണാകുളം ACJM കോടതിയുടേതാണ് നടപടി. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെതിരായ പരാതിക്കാർക്ക് ഭീഷണി. കൊച്ചിയിലെ ഹോട്ടലിലും വീട്ടിലും എത്തിയാണ് ഗുണ്ടകൾ ഭീഷണി മുഴക്കിയത്. ജീവനും സ്വത്തിനും സുരക്ഷ ആവശ്യപ്പെട്ട് ഇവർ DGPക്ക് പരാതി നൽകി. DGPക്ക് പരാതി നൽകി മോൺസിന്റെ മുൻ ഡ്രൈവർ അജി നെട്ടൂർ. തന്റെ അറിവില്ലാതെ അക്കൗണ്ട് സൃഷ്ടിച്ച് പണമിടപാടുകൾ നടത്തിയെന്ന ആരോപണം. അജിയുടെ അക്കൗണ്ടിലൂടെ 2.5 കോടിയോളം രൂപ മോൺസൺ തട്ടിയെടുത്തതായി കണ്ടെത്തൽ. നടൻ ശ്രീനിവാസനെതിരെ വെളിപ്പെടുത്തൽ. മോൺസൺ മാവുങ്കലുമായി ചേർന്ന് സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. വെളിപ്പെടുത്തലുമായി മോൺസണെതിരായ പരാതിക്കാരൻ അനൂപ് മുഹമ്മദ്. പദ്ധതി നടപ്പിലാകില്ലെന്ന് വ്യക്തമായതോടെ ശ്രീനിവാസൻ മോൺസനെ തള്ളിപ്പറയുകയായിരുന്നുവെന്നും അനൂപ്.
മോൺസിനെതിരായ പരാതിക്കാരെ തട്ടിപ്പുകാരനെന്ന് വിളിച്ച ശ്രീനിവാസനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ശ്രീനിവാസൻ മാധ്യമങ്ങളിൽ പറഞ്ഞ ആരോപണങ്ങളിൽ വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ കൂടുതൽ ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്നും പരാതിക്കാർ. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ മലപ്പുറം മമ്പാട്ടെ മൂസക്കുട്ടിയുടെ വീട് സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മകളെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നതിനെ തുടർന്നാണ് മൂസക്കുട്ടി ജീവനൊടുക്കിയത്. മൂസക്കുട്ടിയുടെ ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. സ്ത്രീകളെ തുല്യരായി കാണുന്ന സമൂഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂവെന്ന് ഗവർണർ. നിയമം കൊണ്ട് മാത്രം സ്ത്രീധന സമ്പ്രദായം അവസാനിക്കില്ല. സ്ത്രീധനം വേണ്ടെന്ന് പറയാനും നൽകില്ല എന്ന് പറയാനും യുവജനങ്ങൾ തയ്യാറാകണമെന്നും ഗവർണർ. ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടറായ ജയൻ സ്റ്റീഫനെ സസ്പെൻഡ് ചെയ്തു. അടൂർ വില്ലേജ് ഓഫീസറായിരുന്ന കലയുടെ മരണത്തിന് കാരണക്കാരനെന്ന് കണ്ടെത്തിയാണ് നടപടി. നിയമവിരുദ്ധമായാണ് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയ ചെയ്തത് എന്നും കണ്ടെത്തി. കോൺഗ്രസ് രണ്ടാം ഘട്ട പുനഃസംഘടന അവസാന ഘട്ടത്തിൽ. ഭാരവാഹികളുടെ കരട് പട്ടികയുമായി കെ സുധാകരനും വി ഡി സതീശനും ഡൽഹിക്ക്. പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. സമുദായ സമവാക്യം പാലിക്കാൻ ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൂടി പരിഗണനയിൽ. KPCC നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ നേതാക്കൾ രൂപീകരിക്കുന്ന സംഘടനകൾക്കെതിരെ കെ സുധാകരൻ. പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പുതിയ കൂട്ടായ്മ അംഗീകരിക്കാനാകില്ലെന്ന നിലപാട്. രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന സംഘടനയുടെ പരിപാടിക്കിടെ ഇന്നലെ കാസർഗോഡ് പ്രവർത്തകർ തമ്മിലടിച്ചതാണ് പുതിയ നീക്കത്തിന് കാരണം. നേതാക്കൾ ഡൽഹിക്ക് പോകുന്നത് ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം. ഉമ്മൻചാണ്ടിയോടും തന്നോടും നേതാക്കൾ സംസാരിച്ചെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടി കടുത്ത വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കോൺഗ്രസിനെയും UDFനെയും ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് വേണ്ടത് എന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ 97 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് KPCC നിയോഗിച്ച അന്വേഷണ സമിതികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടികൾ തുടങ്ങിയെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചു. വിവരങ്ങളുമായി TG സജിത്തുണ്ട്. സജിത്ത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയ പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളുണ്ടോ? എന്താണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ KPCC 5 കമ്മിറ്റികളെ നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റികൾ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിക്ക് തുടക്കം കുറിച്ചുവെന്ന് KPCC അറിയിക്കുന്നത്. 97 നേതാക്കൾക്ക് വീഴ്ച കണ്ടെത്തിയ 97 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 58 പരാതികൾ, അതായത് പാർട്ടിക്ക് പൊതുവിൽ വെല്ലുവിളി ഉണ്ടാക്കിയ, പ്രതിസന്ധി ഉണ്ടാക്കിയ കേസുകൾ എന്ന രീതിയിൽ വിലയിരുത്തിയ 58 പരാതികൾ പ്രത്യേകമായി പരിശോധിക്കും. ഘടകകക്ഷികൾ മത്സരിച്ച ചവറ, കുന്നത്തൂർ, ഇടുക്കി, അഴീക്കോട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച കായംകുളം, അടൂർ, പീരുമേട്, തൃശൂർ, ബാലുശ്ശേരി മണ്ഡലങ്ങളിലെയും തോൽവി പ്രത്യേകമായി പരിശോധിക്കാൻ പുതിയൊരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ചവറയടക്കമുള്ള മണ്ഡലങ്ങളിലെ തോൽവിയിൽ കോൺഗ്രസിന് പങ്കുണ്ട് എന്ന് ആരോപിച്ച് RSPയിലെ ഷിബു ബേബി ജോൺ അടക്കം പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആ മണ്ഡലങ്ങളിലടക്കം പ്രത്യേക പരിശോധന നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വന്തം മണ്ഡലങ്ങളിൽ സജീവമായി സംഘടനാ പ്രവർത്തനം നടത്താത്ത നേതാക്കളെ KPCCയുടെ ഒരു ഭാരവാഹിത്വത്തിലേക്കും പരിഗണിക്കുന്നതല്ല എന്നും KPCC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഘടനാ തലത്തിലുള്ള അച്ചടക്ക നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴ ആരോപണത്തിൽ KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് പോലീസ്. കൊല്ലം വെളിനല്ലൂരിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരം പിൻവലിക്കാൻ പണം വാങ്ങിയെന്ന ആരോപണം. കോൺഗ്രസ് നേതാവ് MM നസീർ പണം വാങ്ങിയെന്നാണ് പരാതി. കേസെടുത്തത് നൈസപ്പ് ഓർഗാനിക് പ്രൊഡക്റ്റ് കമ്പനി ഉടമ നൽകിയ പരാതിയിൽ. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച BJP നേതാവ് AK നസീർ. ഇന്നത്തെ നേതൃത്വം രാഷ്ട്രീയത്തെ ജീവിതമാർഗമായി ഉപയോഗിക്കുന്നു. പുനഃസംഘടനയിൽ പ്രവർത്തകർ അതൃപ്തരാണ്. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ BJP സ്വീകരിച്ചത് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമെന്നും വിമർശനം.
AK നസീറിനെതിരെ അച്ചടക്ക നടപടി. നസീറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നടപടി BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ബത്തേരി മണ്ഡലം പ്രസിഡന്റ് KB മദൻലാലിനെയും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. റെയിൽ സംബന്ധിച്ച് തെറ്റായ പ്രചാരണം നടക്കുന്നതായി മന്ത്രി V. അബ്ദുറഹിമാൻ. മലബാർ മേഖലയിലാണ് ഇത് കൂടുതൽ. ശബരി റെയിൽപാതയ്ക്കായി റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള മുഴുവൻ പണവും സംസ്ഥാനം നൽകുമെന്നും മന്ത്രി. പാൽവില ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് ക്ഷീരവികസന മന്ത്രി J. ചിഞ്ചുറാണി. കാലിത്തീറ്റയുടെ കൂടിയ വിലയാണ് പാൽവിലയെ ബാധിക്കുന്നത്. കാലിത്തീറ്റ വില കുറയ്ക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. സർക്കാരിന്റെ ആവശ്യം നിരസിച്ചു. ഉത്തരവിറക്കിയത് ചെറിയാൻ ഫിലിപ്പുമായി കൂടിയാലോചന ഇല്ലാതെയെന്ന് സൂചന. പുസ്തക രചനയിൽ വ്യാപൃതനായതിനാൽ സ്ഥാനം ഏറ്റെടുക്കാനാകില്ലെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വിശദീകരണം. പത്തനംതിട്ട അടൂരിൽ CPM CPI സംഘർഷം. CITUവിൽ നിന്നും AITUCയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതിനെ തുടർന്നാണ് തർക്കം. ANTUCയിൽ ചേർന്ന 2 പേർക്ക് മർദ്ദനമേറ്റു. കോട്ടയം പള്ളിക്കത്തോട് കാഞ്ഞിരമറ്റത്ത് പാൽ സൊസൈറ്റിയിൽ ഒരാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരമറ്റം സ്വദേശി KP എബ്രഹാമാണ് മരിച്ചത്. 63-കാരനായ എബ്രഹാം കാഞ്ഞിരമറ്റം പാൽ സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റാണ്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി പോലീസ്. പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ 100 കണക്കിന് ഏക്കർ നെൽകൃഷി നശിച്ചു. കൊയ്ത്തിന് പാകമായ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. കർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. നവരാത്രി ആഘോഷങ്ങളെ വരവേറ്റ വിശ്വാസികൾ. വീടുകളിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ തട്ടുകളിൽ അലങ്കരിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കിയത്. കോട്ടയം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് BJP. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും കൂട്ടുകെട്ടുണ്ടാകില്ലെന്നും BJP ജില്ലാ നേതൃത്വം. ഈ മാസം 20-ന് ശേഷം നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പുണ്ടാകും. സ്വർണം തട്ടിയെടുത്ത മന്ത്രവാദി പിടിയിൽ. അറസ്റ്റിലായത് കട്ടപ്പന സ്വദേശി ജോയ്സ്. പ്രേതാലയം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് തട്ടിപ്പ്. 4 പവൻ കവർന്നത് പ്രേതബാധ ഒഴിപ്പിക്കാനെത്തിയപ്പോൾ. പോക്സോ കേസ് പ്രതിക്ക് പോലീസ് ഒത്താശയെന്ന ആക്ഷേപം. പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ പോലീസ് സഹായമൊരുക്കിയെന്ന ആരോപണം. ആക്ഷേപം മകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ. പോലീസിന്റെ ചോദ്യങ്ങളിൽ അസ്വാഭാവികതയുണ്ടെന്ന് പെൺകുട്ടിയുടെ അമ്മ. കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിലെ 17 സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒഴിപ്പിക്കാൻ നീക്കം. കമ്പനികൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നോട്ടീസ് അയച്ചു. സംരംഭകർക്ക് തിരിച്ചടി. ബ്രിട്ടീഷ് കമ്പനിക്ക് വേണ്ടിയാണ് തദ്ദേശ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒഴിപ്പിക്കുന്നത് എന്ന ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. അടുത്ത മാസം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യം. 1 മാസം 40 കോടിയുടെ ചെലവുണ്ട്. സർക്കാരിന്റെ അടിയന്തര സഹായമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. കൊച്ചി നഗരസഭയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ആസ്ഥാന മന്ദിരത്തെ ചൊല്ലി വിവാദം. ഇനിയും 40 കോടി രൂപ കൂടി വേണമെന്ന മേയറുടെ പരാമർശം വിവാദത്തിൽ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത്. ആലപ്പുഴ ബീച്ചിൽ പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്ന നാവികസേന പടക്കപ്പലിന്റെ യാത്ര അനിശ്ചിതത്വത്തിൽ. കപ്പൽ ആലപ്പുഴ ബൈപ്പാസിന്റെ മുകളിൽ നിന്ന് പൊക്കി തീരത്തേക്ക് വയ്ക്കാനായില്ല. ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയില്ല. ബീച്ചിൽ കപ്പൽ ഇറക്കുന്നതിന് തുറമുഖ വകുപ്പും അനുമതി നൽകിയിട്ടില്ല. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ പകൽ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. സർവീസ് 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല വരവേൽപ്പ്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 4% തുടരും. 3.35% റിവേഴ്സ് റിപ്പോ നിരക്ക്. 2022ഓടെ 9.5% വളർച്ചാ നിരക്ക് സാധ്യമാകുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. തുടർച്ചയായ 9ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഡീസൽ വില 100-നരികെ. ഡീസലിന് 37 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. തിരുവനന്തപുരത്ത് ഡീസൽ വില 99 രൂപ 10 പൈസയായി. 105 രൂപ 78 പൈസയാണ് തിരുവനന്തപുരത്ത് പെട്രോൾ വില. കൊച്ചിയിൽ പെട്രോൾ വില 103 രൂപ 80 പൈസയും ഡീസൽ വില 97 രൂപ 20 പൈസയുമായി.
ഒക്ടോബർ 11 മുതൽ ഇന്ത്യക്കാർക്ക് ക്വാറന്റീനിൽ ഇളവ് പ്രഖ്യാപിച്ച് ബ്രിട്ടൻ. 2 കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ക്വാറന്റീൻ ഇല്ല. ബ്രിട്ടൻ അംഗീകരിച്ച വാക്സിനുകൾ എടുത്തവർക്കും ക്വാറന്റീൻ ഇല്ല. ആറ്റിങ്ങലിൽ വൻ തീപിടുത്തം, 3 കടകൾ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീയണച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. എറണാകുളം പിറവത്ത് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. പാലച്ചുവട് കല്ലുവെട്ടമ്മടിയിൽ കോച്ചേരി താഴത്താണ് സംഭവം. ഭർത്താവ് ബാബു ഭാര്യ ശാന്തിയുടെ മരണം ഉറപ്പാക്കിയ ശേഷം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. അഴിമതി കേസിൽ വിശ്വസനീയ വിവരങ്ങൾ ലഭിച്ചാൽ സിബിഐക്ക് നേരിട്ട് കേസെടുക്കാമെന്ന് സുപ്രീം കോടതി. എല്ലാ അഴിമതി കേസുകളിലും പ്രാഥമിക അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ നിർദ്ദേശം ആവശ്യമില്ല. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. തെലങ്കാന സർക്കാർ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. അരുണാചൽ പ്രദേശിലെ നിയന്ത്രണ രേഖ മറികടക്കാനുള്ള ചൈനീസ് സൈന്യത്തിന്റെ ശ്രമം തടഞ്ഞ ഇന്ത്യൻ സൈന്യം. കഴിഞ്ഞയാഴ്ചയാണ് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും മുഖാമുഖം വന്നത്. നിയന്ത്രണ രേഖ ലംഘിക്കാൻ ശ്രമിച്ച 200ഓളം ചൈനീസ് സൈന്യത്തെ ഇന്ത്യൻ സൈന്യം തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ. കിഴക്കൻ ലഡാക്കിലെ നീക്കങ്ങൾ വ്യോമസേനയുടെ പോരാട്ട വീര്യത്തിന്റെ സാക്ഷ്യപത്രമെന്ന് വ്യോമസേന മേധാവി VR ചൌധരി. പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ വ്യോമസേന സജ്ജമാണെന്നും VR ചൌധരി. ഉത്തർപ്രദേശിലെ ഹിൻഡൻ വ്യോമസേന താവളത്തിൽ 89ാമത് വ്യോമസേന ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 21,257 പേർക്ക് കൂടി കോവിഡ്. 271 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 97.96% രോഗം ഭേദമായവരുടെ നിരക്ക്. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 85%-ലധികവും 5 സംസ്ഥാനങ്ങളിൽ. ഇതിൽ 50% കേസുകളും കേരളത്തിലാണ്. മഹാരാഷ്ട്ര, തമിഴ്നാട്, മിസോറാം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലാണ് ബാക്കി 35% റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യത്തെ 71% പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 27% പേർ 2 ഡോസും സ്വീകരിച്ചു. 2ാം ഡോസ് സ്വീകരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണെന്നും എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം. അമേരിക്കയിൽ 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ അനുമതി തേടി ഫൈസർ. അനുമതി ലഭിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വാക്സിൻ വിതരണം ആരംഭിക്കുമെന്ന് ഫൈസർ വ്യക്തമാക്കി. വാക്സിൻ കുട്ടികളിൽ ഗുരുതര പാർശ്വഫലമില്ലെന്നും കമ്പനി. ഡൽഹിയിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചു. കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് 2ാം തരംഗം രൂക്ഷമായ ഏപ്രിൽ മുതൽ രാജ്യ തലസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് ഇന്ന് കൂടിയത്. പവന് 35,120 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 4,390 രൂപയും. ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ഉരുളിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. യുവനടൻ വിയാൻ മംഗലശ്ശേരി നായകനാകുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. സംവിധാനം നവാഗതനായ വെൺമണി ഉണ്ണികൃഷ്ണൻ. അപ്പാനി ശരത്തിന്റെ മിഷൻ സി തിയേറ്റർ റിലീസിന്. ചിത്രം ഈ മാസം 29-ന് തിയേറ്ററുകളിലെത്തും. തിരക്കഥയും സംവിധാനവും വിനോദ് ഗുരുവായൂർ. മീര ജാസ്മിന്റെ പുതിയ ലുക്ക് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. മീര UAE ഗോൾഡൻ വിസ ഏറ്റുവാങ്ങുന്ന ചിത്രമാണ് പുറത്തുവന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ന്യൂ കാസിൽ യുണൈറ്റഡിനെ സൗദി ഉടമകൾ സ്വന്തമാക്കി. സൗദി രാജകുമാരൻ പിന്തുണയ്ക്കുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഓഫ് സൗദി അറേബ്യയാണ് ഇനി ക്ലബിന്റെ ഉടമകൾ. 2200 കോടി രൂപയ്ക്കാണ് ക്ലബിനെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വാങ്ങിയത്. പാലക്കാട് ലഹരി മരുന്നുകളുമായി 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കോട്ടയം രാമപുരം സ്വദേശികളായ അജയ്, അനന്തു എന്നിവർ. ലഹരി മരുന്ന് കൈമാറാനായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. കണ്ണൂരിൽ 15 ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2500 കിലോയിലധികം കൂൾ, ഹാൻഡ്സ് എന്നിവയാണ് കണ്ടെടുത്തത്. മട്ടന്നൂർ സ്വദേശി അബ്ദുൾ റഷീദ്, ചെറുവത്തൂർ സ്വദേശി വിജയൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു.
കൊച്ചി കോർപ്പറേഷന്റെ 10 രൂപ ഊണിന് ആദ്യ ദിവസം തന്നെ മികച്ച പ്രതികരണം. നിരവധി ആളുകളാണ് കഴിക്കാനെത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ തന്നെ ഊണ് നൽകേണ്ടി വന്നു. വയനാട്ടിൽ 6 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പനമരം പാലത്തിന് സമീപം വെച്ച് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് കഞ്ചാവ് പിടികൂടിയത്. പാനൂർ സ്വദേശി അഷ്കറിനെ അറസ്റ്റ് ചെയ്തു. കോടഞ്ചേരിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. പൊട്ടൻകോട് മലയോട് ചേർന്നുള്ള പ്രദേശത്താണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കടുവ പന്നിയെ പിടിക്കുന്നത് കണ്ടുവെന്ന് പ്രദേശവാസി. വനപാലകരും നാട്ടുകാരും നടത്തിയ പരിശോധനയിൽ പന്നിയുടെ ജഡം കണ്ടെത്തി. സംസ്ഥാനത്തെ മഴക്കണക്കിൽ കോന്നി മുന്നിൽ. വേനൽ മഴയിലും ന്യൂനമർദ്ദത്തിലും കോന്നി ലഭിച്ചത് റെക്കോർഡ് മഴ. ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 3520.02 മില്ലിമീറ്റർ മഴയാണ് കോന്നിയിൽ ലഭിച്ചത്. മുക്കം അങ്ങാടിയിൽ അനധികൃത നിർമ്മാണമെന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മുക്കം അങ്ങാടിയിലെ കടകളിൽ വെള്ളം കയറി. സ്വകാര്യ വ്യക്തി നടത്തിയ അനധികൃത നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് കണ്ടെത്തൽ. കണ്ണൂർ മാവിലമ്പാറ കുളത്തൂർ മേഖലയിലെ അനധികൃത ഖനനത്തിനെതിരെ ജനരോഷം ശക്തം. ദേവസ്വം ഭൂമി കയ്യേറി നടത്തുന്ന ചെങ്കൽ ഖനനം അവസാനിപ്പിക്കണമെന്ന ആവശ്യം. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്ന് ചന്ദനമരത്തിന്റെ വിത്തുകൾ ശേഖരിക്കുന്നു. കേരളത്തിലും സമാന കാലാവസ്ഥയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ചന്ദനം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. 3 മാസം നീളുന്ന സംഭരണത്തിന് ശ്രമം. വനവകുപ്പ് ലക്ഷ്യമിടുന്നത് 1 കോടി രൂപയുടെ ചന്ദന വിത്ത് വിൽപ്പന. ഇടുക്കിയിൽ ലൈഫ് മിഷൻ പദ്ധതി അനിശ്ചിതത്വത്തിൽ. തൊടുപുഴ മുട്ടം പഞ്ചായത്തിലെ 389 പേരുടെ അപേക്ഷയിൽ 1 വർഷമായിട്ടും നടപടിയില്ല. അപേക്ഷകരെ പലരും താമസിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ. വയനാട് പനമരത്ത് പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം. പനമരം ഇഞ്ചി മലക്കടവ് പ്രദേശത്തുള്ളവരാണ് പാലമില്ലാത്തമൂലം ദുരിതം അനുഭവിക്കുന്നത്. നവംബർ 1 പുഴക്കരയിൽ കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. യാത്രാ ദുരിതത്തിൽ അടൂർ ഏനാത്ത് എളങ്ങമംഗലം നിവാസികൾ. പ്രതിസന്ധിയായത് തൂക്കുപാലം തകർച്ചയിലായത്. കൈവരികളും നടപ്പാതയും തുരുമ്പെടുത്ത് നശിച്ചതോടെ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു. ഇടുക്കി ചിന്നക്കനാലിലെ ചെമ്പകത്തൊഴുത്തുടി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനി. മഴക്കാലത്ത് പോലും കുടിവെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട അവസ്ഥ. 50ഓളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ജനകീയ സംഗീതജ്ഞൻ VK ശശിധരന്റെ ഓർമ്മ പങ്കിട്ട് ഗ്രന്ഥശാല പ്രവർത്തകർ. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് VKS സ്മരണ സംഘടിപ്പിച്ചത്. VKSന്റെ ഗാനങ്ങൾ വരലക്ഷ്മിയും ഗാനങ്ങളുടെ നൃത്താവിഷ്കാരം പ്രിയദർശിനിയും അവതരിപ്പിച്ചു. ടൂറിസം പ്രമോഷൻ കൌൺസിൽ അമ്പലവയൽ നെല്ലാറച്ചാലിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. കെട്ടിടത്തിന്റെ ജലച്ചില്ലകളെല്ലാം പലയിടത്തും തകർന്ന നിലയിലാണ്. ടൈലുകളും പൊട്ടിയിട്ടുണ്ട്. തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഈ കെട്ടിടം ഇപ്പോൾ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com